ചെമ്മീൻ്റെ മണം കേട്ടപ്പോഴത്തേനും ആൾ ഓടി എത്തിയേ. അതേടെ പൊന്നമ്മ ഇപ്പം എടുക്കാടാ, ഒരു മിനിറ്റ് ദേ വന്നോട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യേ. ഫ്രണ്ട്സ് അസ്സലാമലൈക്കും. അതെ, നമ്മളിന്ന് ചെമ്മീൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. കാരണം ചട്ടി അന്ന് നമ്മൾ മയക്കെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി പേര് ഡൗട്ടായിരുന്നു, ഇതിൽ വെച്ചാൽ മണ്ണിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവോ എന്നൊക്കെയുള്ള ഒരുപാട് പേരുടെ ഡൗട്ടുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ആ ചട്ടി തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ചട്ടി ഒന്ന് ചൂടായപ്പോഴത്തേക്കും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം സവാളയും കൂടി നൈസായിട്ട് അരിഞ്ഞു കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയപ്പോഴത്തേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കറിവേപ്പിലയും കൂടി നമ്മളൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പതിയെ ഒന്ന് വാടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, എല്ലാം 1/2 ടീസ്പൂൺ വീതം വെച്ചിട്ട് നമ്മളതിൻ്റെ പച്ചമണം മാറാനായിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയ തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇതാ നമ്മൾ ഒരു മിനിറ്റ് ആയപ്പോഴത്തേനും ഒന്ന് മൂടി തുറന്നപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല മഷി പോലെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഒരു 150 ഗ്രാം, ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു 150 ഗ്രാം വലിയ സൈസ് ചെമ്മീനാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് സോട്ട് ചെയ്ത് കൊടുത്ത് അതിൽ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. പെരുംജീരകത്തിൻ്റെ പൊടിയാണ് നമ്മളിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്കും എൻ്റെ കൊച്ചുമോള് ആ മണമൊക്കെ കേട്ടിട്ട് ഓടി വന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ അതിൻ്റെ ഇതൊക്കെ വരുമ്പോൾ നല്ലൊരു മണം കേട്ടോ, ഹോട്ടലിലേക്കൊക്കെ ആണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൾ എടുക്കാനൊക്കെ പറയും കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ, ഫസ്റ്റും സെക്കൻഡും ആയിട്ടുള്ള ഒന്നിച്ചുള്ള കട്ടി തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. ഇത് നമുക്ക് ചെയ്യാൻ ഒരു 8-10 മിനിറ്റൊക്കെ മതി കേട്ടോ, പെട്ടെന്നായി കിട്ടും. ബാക്കി ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമ്മളൊരു തിക്ക് ഗ്രേവിയിലാണ് നമ്മളുണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മളിതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു. അപ്പോൾ നമ്മളതിനായിട്ട് കുറച്ചും കൂടി ലൂസാക്കി കറി, കാരണം ചട്ടി വയ്ക്കുമ്പോൾ ചട്ടി ഒന്ന് ചൂടത്തിരുന്ന് വറ്റും ചെയ്യും. അപ്പോൾ ഒക്കെ കൂടി ആകുമ്പോൾ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ചുള്ള ലൂസിന് നിങ്ങൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തെടുക്കുക. എന്നിട്ട് നമ്മുടെ അതാകുമ്പോൾ നല്ല തിളച്ച് പക്ക ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെരുംജീരകത്തിൻ്റെയും ചെമ്മീൻ്റെ ഒക്കെ മണം കേട്ടോ. നല്ല കുട്ടപ്പന്മാരായിട്ട് ഇവർ കിടക്കുവാണ്. ഇനി ഇത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പത്തിനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സീസണിങ് ചെയ്ത് ചട്ടിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.